ഗൈസ്, ടെക്നോഗുരു യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. അപ്പം ഈ വീഡിയോയിൽ നമ്മൾ കവർ ചെയ്യാൻ പോകുന്നത് ഒരു പ്ലേസ്മെന്റ് മാനേജ്മെന്റ് സിസ്റ്റം പ്രോജക്റ്റിനെ കുറിച്ചാണ്. ഓക്കെ, സോ ആ പ്രോജക്റ്റിന്റെ പേര് ഇവിടെ കൊടുത്തേക്കുന്നത് നമ്മൾ കരിയർ പാത്ത് എന്നാണ്. സോ ഈ പ്രോജക്റ്റിന്റെ അബ്സ്ട്രാക്ട്, ഇതിനകത്തുള്ള മൊഡ്യൂൾസും പിന്നെ ഒരു ലൈവ് ഡെമോയും ഈ പ്രോജക്റ്റിനെ പറ്റി തരുന്നതായിരിക്കും. ഓക്കെ, സോ വിതൗട്ട് വേസ്റ്റിംഗ് ടൈം ലെറ്റ്സ് ഗെറ്റ് സ്റ്റാർട്ടഡ്. അപ്പോൾ ആദ്യം തന്നെ ഈ പ്രോജക്റ്റിന്റെ അബ്സ്ട്രാക്ട് ഇന്ന് സ്റ്റാർട്ട് ചെയ്യാം. സോ ഈ പ്രോജക്റ്റിൽ നമ്മൾ കവർ ചെയ്യുന്നതെന്ന് വെച്ചാൽ നിലവിലെ സിസ്റ്റം ഒരു പ്ലേസ്മെന്റ് മാനേജ്മെന്റ് സിസ്റ്റം ഒരു കോളേജിലാവട്ടെ, അതൊരു പേപ്പർ വർക്കാണ് കൂടുതലും. സോ അതിനെ നമ്മൾ ഡിജിറ്റൈസ് ചെയ്യുന്ന ആ ഒരു റെവല്യൂഷനാണ് ഈ പ്ലേസ്മെന്റ് മാനേജ്മെന്റ് സിസ്റ്റം പ്രോജക്റ്റിൽ കൂടെ കൊണ്ടുവരുന്നത്. ഈ ഒരു വെബ്സൈറ്റിൽ സ്റ്റുഡൻസിന് അവരുടെ അക്കാഡമിക് അച്ചീവ്മെന്റ്സ്, സ്കിൽസ്, അവരുടെ കരിയർ എക്സ്പീരിയൻസ് എല്ലാം അവർക്ക് ഇതിനകത്ത് മെൻഷൻ ചെയ്യാം. അത് ബേസ് ചെയ്തായിരിക്കും അവരുടെ പ്ലേസ്മെന്റ്സ് പ്രിഡിക്റ്റ് ചെയ്യുന്നത്. കോളേജിലെ ട്രെയിനിങ് ആൻഡ് പ്ലേസ്മെന്റ് ഓഫീസറിന് ഒരു നൈസ് UI കിട്ടും. ആ UI വഴി അവർക്ക് ഇവരുടെ സ്റ്റുഡൻസിന്റെ ഡേറ്റ എല്ലാം മാനേജ് ചെയ്യാം. അവർക്ക് പ്ലേസ്മെന്റും കാര്യങ്ങളൊക്കെ മാനേജ് ചെയ്യാൻ പറ്റും. കമ്പനീസിന് ഈ കോളേജിലേക്ക് രജിസ്റ്റർ ചെയ്തിട്ട് അവർക്ക് അവരുടെ ജോബ് ഓപ്പണിങ്സ് എല്ലാം പോസ്റ്റ് ചെയ്യാം. അങ്ങനത്തെ കാര്യങ്ങളെല്ലാം ചെയ്യാൻ പറ്റും. പിന്നെ കോളേജ് ഫാക്കൽറ്റീസിന് അവരവരുടെ സ്റ്റുഡൻസിനെ മോണിറ്റർ ചെയ്ത് അവരുടെ സ്കിൽസും കാര്യങ്ങളും ഒക്കെ അപ്ഡേറ്റ് ചെയ്യാം. അങ്ങനത്തെ കുറേ ആക്ടിവിറ്റീസ് ഫാക്കൽറ്റി ചെയ്യുന്നുണ്ട്. സ്റ്റുഡൻ്റ് ആവട്ടെ, സ്റ്റുഡൻസിൻ്റെ ഡീറ്റെയിൽസ് എല്ലാം ഇതിനകത്ത് അപ്ലോഡും ചെയ്യും. സോ നമുക്കിനി ഇതിൻ്റെ മൊഡ്യൂൾസിലേക്ക് വരാം. സോ ഈ പ്രോജക്റ്റിൽ 5 മൊഡ്യൂൾസ് ഉണ്ട്. ആദ്യത്തെ മൊഡ്യൂൾ എന്ന് പറയുന്നത് അഡ്മിൻ, രണ്ടാമത്തത് ട്രെയിനിങ് ആൻഡ് പ്ലേസ്മെന്റ് ഓഫീസർ, മൂന്നാമത്തത് ഫാക്കൽറ്റി, നാലാമത്തത് സ്റ്റുഡൻറ്, അഞ്ചാമത്തത് കമ്പനി. ഓക്കെ, ഇനി നമുക്ക് ഇതിന്റെ ഡെമോൺസ്ട്രേഷനിലേക്ക് വരാം. ഈ ലൈവ് ഡെമോയ്ക്കകത്തൂടെ ഞാൻ ഓരോന്ന് കാണിച്ചു തരാം, ഓരോ മൊഡ്യൂളിലെ ആൾക്കാർ എന്തൊക്കെയാണ് ആക്ടിവിറ്റീസ് ചെയ്യുന്നത്. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് അഡ്മിൻ ആയിട്ട് ലോഗിൻ ചെയ്യാം. അപ്പോൾ ഇതാണ് ആ വെബ്സൈറ്റിന്റെ ഹോം പേജ്. ഇനി ഇവിടാണ് രജിസ്ട്രേഷൻസ് എല്ലാം കൊടുത്തേക്കുന്നത്. അപ്പോൾ ഓരോ മൊഡ്യൂളിലേക്ക് വരുമ്പോൾ രജിസ്ട്രേഷൻസ് എല്ലാം ചെയ്ത് കാണിക്കാം. ആദ്യം നമുക്ക് ലോഗിനിലേക്ക് പോകാം. അപ്പോൾ ലോഗിനിൽ ക്ലിക്ക് ചെയ്തു. ഞാനിവിടെ admin@gmail.com അതിൻ്റെ പാസ്വേഡ് ഓൾറെഡി ടൈപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട്. പാസ്വേഡിൻ്റെ ഡീറ്റെയിൽസ് അറിയാൻ വേണ്ടി ഈ ലോഗിൻ ടേബിളിൽ നോക്കിയാൽ മതി. ഈ ലോഗിൻ ടേബിളിനകത്ത് നമുക്കിവിടെ അഡ്മിൻ്റെ ക്രെഡൻഷ്യൽസ് കാണാം. ഓക്കെ, സോ അഡ്മിൻ ആയിട്ട് ഞാൻ ലോഗിൻ ചെയ്യുന്നു. അഡ്മിൻ്റെ മെയിൻ ഫങ്ഷനാലിറ്റി എന്ന് പറയുന്നത് ഈ വെബ്സൈറ്റിലേക്ക് രജിസ്റ്റർ ചെയ്യുന്ന ഓരോ പേഴ്സണെയും അപ്രൂവ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പം അഡ്മിൻ ഇവിടെ 4 ടൈപ്പ് ആൾക്കാരെയാണ് ഡീൽ ചെയ്യുന്നത്. ഒന്ന് സ്റ്റുഡൻസിനെ ഡീൽ ചെയ്യും, ട്രെയിനിങ് ആൻഡ് പ്ലേസ്മെന്റ് ഓഫീസർ, കമ്പനീസിനെയും ഫാക്കൽറ്റീസിനെയും. അപ്പം സ്റ്റുഡൻസിലേക്ക് വരാം. അപ്പം അഡ്മിന് ഇവിടെ എന്തുകൊണ്ട് നോക്കാൻ പറ്റും. സോ ഇവിടെയാണ് ന്യൂ റിക്വസ്റ്റ്. ഇവിടെ നമുക്ക് നിലവിലൊരു റിക്വസ്റ്റും ഇല്ല. അപ്പം അങ്ങോട്ട് വീഡിയോയിൽ കാണിക്കുമ്പോൾ ഇവിടെ ഒരു ഡേറ്റ കിടക്കുന്ന കാണാം. ഇത് അപ്രൂവ്ഡ് സ്റ്റുഡൻസിൻ്റെ ഡീറ്റെയിൽസ് ആണ് ഇവിടെ ഇത്രയും കിടക്കുന്നത്. ഓക്കെ, ഇത് റിജക്റ്റഡ് സ്റ്റുഡൻസിൻ്റെ ഡീറ്റെയിൽസ്. ഇതേപോലെ അടുത്തത് ട്രെയിനിങ് ആൻഡ് പ്ലേസ്മെന്റ് ഓഫീസർ. ട്രെയിനിങ് ആൻഡ് പ്ലേസ്മെന്റ് ഓഫീസറിൻ്റെ അപ്രൂവലും റിജക്ഷനും എല്ലാം അഡ്മിനാണ് ഹാൻഡിൽ ചെയ്യുന്നത്. അപ്പം നമുക്കിവിടെ നോക്കാം, ഒരു ട്രെയിനിങ് ആൻഡ് പ്ലേസ്മെന്റ് ഓഫീസറുടെ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്, അപ്രൂവൽ ആയിട്ടില്ല. അപ്പം നമുക്കിവിടെ ക്ലിക്ക് ചെയ്തുകൊണ്ട് അപ്രൂവോ റിജക്റ്റോ ചെയ്യാൻ പറ്റും. ഓക്കെ, സോ ഞാൻ ഈ ഒരു വീഡിയോയ്ക്ക് വേണ്ടി ഈ ഒരു പ്ലേസ്മെന്റ് ഓഫീസറിനെ അപ്രൂവ് ചെയ്യാണ്. ഓക്കെ, മെസ്സേജ് അപ്രൂവ്ഡ് എന്ന് കാണിച്ചു. അപ്പം നമുക്ക് ആ പ്ലേസ്മെന്റ് ഓഫീസർ അപ്രൂവ് ആയെന്ന് കൺഫേം ചെയ്യാം. ഓക്കെ, യെസ്, ഇറ്റ്സ് കൺഫേം. നെക്സ്റ്റ്, കമ്പനീസ് രജിസ്റ്റർ ചെയ്യുന്നത് ഇവിടെ അവർക്ക് നമുക്ക് അപ്രൂവ് ചെയ്യാം, റിജക്റ്റ് ചെയ്യാം. അപ്പോൾ ഇവിടെ നോക്കിയാൽ നിലവിൽ 3 കമ്പനീസ് അവൈലബിൾ ആണ്. ഒരാളെ ഇവിടെ റിജക്റ്റ് ചെയ്തിട്ടുണ്ട്, ഒരാളെ ഇവിടെ അപ്രൂവ് ചെയ്യാൻ കിടപ്പുണ്ട്. അപ്പോൾ നമുക്കിവിടെ അപ്രൂവും റിജക്റ്റും ചെയ്യാൻ പറ്റും. അപ്പോൾ ഞാൻ ഇവിടെ ഈ വീഡിയോയിൽ ഈ കമ്പനിയെ അപ്രൂവ് ചെയ്യാണ്. അടുത്തത് ഫാക്കൽറ്റി. കോളേജ് ഫാക്കൽറ്റീസിനും ഇതേപോലെ തന്നെ രജിസ്ട്രേഷൻ ഉണ്ട്. രജിസ്ട്രേഷനിൽ നമുക്ക് നോക്കി അപ്രൂവും റിജക്റ്റും ചെയ്യാം. സെയിം സിസ്റ്റം തന്നെ. ഇവിടെ അപ്രൂവ്ഡ് സ്റ്റുഡൻസിന് യൂസേഴ്സിൻ്റെ ഡീറ്റെയിൽസ് ഉണ്ട്, ഫാക്കൽറ്റീസ് ഇവിടെ റിജക്റ്റഡ് ഫാക്കൽറ്റീസിൻ്റെ ഡീറ്റെയിൽസ് കാണും. ഓക്കെ, പിന്നെ അഡ്മിൻ്റെ പ്രൊഫൈലായിട്ടുള്ള പാസ്വേഡ് അപ്ഡേഷൻ ആണ് അഡ്മിനുള്ള ഫംഗ്ഷൻ. നെക്സ്റ്റ് നമുക്കിനി സ്റ്റുഡൻസിൻ്റെ മൊഡ്യൂളിലേക്ക് പോകാം. ഓപ്ഷനിൽ വരിക, അത് കഴിഞ്ഞിട്ട് ഇവിടെ ഡീറ്റെയിൽസ് എല്ലാം ഫില്ല് ചെയ്യുക. ഓക്കെ, സോ നമുക്കിനി ഒരു സ്റ്റുഡൻ്റ് ആയിട്ട് രജിസ്റ്റർ ചെയ്യാം. ഞാൻ ഇവിടെ പേര് ആദർശ് എന്ന് കൊടുക്കുന്നു. ഡീറ്റെയിൽസ് നമുക്ക് കോട്ടയം വയ്ക്കാം. അഡ്രസ്സായിട്ട് ഇവിടെ നമുക്ക് ഇമെയിൽ അഡ്രസ് കൊടുക്കണം. ഫോൺ നമ്പർ,
ഇവിടെ കോഴ്സ് നമുക്ക് MCA എന്ന് കൊടുക്കാം. സെമസ്റ്റർ 1, അഡ്മിഷൻ നമ്പർ 131038. പാസ്വേഡ് ഞാൻ പറയുന്നില്ല. ഓക്കെ, ഇനി നമുക്കൊരു ഫോട്ടോ പിക്ക് ചെയ്ത് കൊടുക്കാം. ഫോട്ടോ പിക്ക് ചെയ്ത് ഇനി രജിസ്റ്റർ. ഓക്കെ, സോ നമ്മുടെ സ്റ്റുഡൻറ് ഇവിടെ രജിസ്റ്റർ ആയിട്ടുണ്ട്. ബട്ട് നമ്മുടെ സ്റ്റുഡൻറ് ഇനി നമുക്ക് അഡ്മിൻ്റെ ഇവിടെ ഒന്ന് നോക്കിയാൽ ഇതാണ്ട് ഇവിടെ ഒന്ന് കിടപ്പുണ്ട്. ഈ സ്റ്റുഡൻറ്റിനെ നമുക്കിനി ഇവിടുന്ന് അപ്രൂവ് ചെയ്യാം. ഓക്കെ, സ്റ്റുഡൻറ് ഇനി അപ്രൂവ് ആയിട്ടുണ്ട്. നമുക്കിനി ഇവിടെ ലോഗിൻ ചെയ്യാം. സ്റ്റുഡൻറ്റിനെ അപ്രൂവ് ചെയ്താൽ മാത്രമേ സ്റ്റുഡൻറ്റിന് ഇവിടെ ലോഗിൻ ചെയ്യാൻ പറ്റൂ. സോ ഞാനിവിടെ ക്രെഡൻഷ്യൽസ് അടിക്കുന്നു, ലോഗിൻ ചെയ്യുന്നു. ഓക്കെ, സോ ഇതാണ് സ്റ്റുഡൻറ്റിൻ്റെ ഡാഷ്ബോർഡ്. ഈ സ്റ്റുഡൻറ് മൊഡ്യൂളിലുള്ള ഫംഗ്ഷനാലിറ്റീസ് ആണ് ഈ മേളിൽ കാണുന്ന ഓരോ ഓപ്ഷൻസ്. ഓക്കെ, സോ ഈ ഡാഷ്ബോർഡിൽ നമുക്ക് ഫസ്റ്റ് ടെസ്റ്റിലേക്ക് വരാം. സോ ടെസ്റ്റ് എന്താണ്? ടെസ്റ്റ് എന്ന് വെച്ചാൽ ഈ വെബ്സൈറ്റിൽ അവർക്ക് ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഈ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് ഇവർക്ക് അറ്റൻഡ് ചെയ്ത് കഴിയുമ്പോൾ ഇവർക്ക് കുറച്ച് മാർക്സ് ഗെയിൻ ചെയ്യാൻ പറ്റും. ആ മാർക്സ് ബേസ് ചെയ്തിട്ടായിരിക്കും ഇവരുടെ റിവ്യൂ കാര്യങ്ങൾ നടത്താറുള്ളത്. ഓക്കെ, സോ അതാണ് ടെസ്റ്റ് യൂസ് ചെയ്യുന്നത്. അടുത്ത സ്കിൽസ് എന്ന് പറയുന്ന സംഭവം ഇവരുടെ നമ്മുടെ കോളേജിൻ്റെ ഒരു ഫാക്കൽറ്റി അപ്ഡേറ്റ് ചെയ്യുന്ന ഒരു ഫീൽഡാണ്. അവരുടെ പെർഫോമൻസ് എല്ലാം റിവ്യൂ ചെയ്തിട്ട് അവരിവിടെ ഒരു സ്കോറിംഗ് കൊടുക്കും സ്റ്റുഡൻസിന് ആ സ്കോർ ഇവിടെ കാണാൻ പറ്റും. നെക്സ്റ്റ് അക്കാഡമിക്കിനകത്ത് ഇതേപോലെ തന്നെ ടീച്ചേഴ്സിന് അല്ലെ ഫാക്കൽറ്റീസിന് അവരുടെ സ്റ്റുഡൻസിന്റെ മാർക്സ് ഇവിടെ അപ്ലോഡ് ചെയ്യാം. സോ ഇതൊരു ഫ്രഷ് സ്റ്റുഡൻ്റ് ആയതുകൊണ്ട് ഇവർക്ക് ഡീറ്റെയിൽസ് ഒന്നുമില്ല. നമ്മൾ ഇനി ഇതെല്ലാം അപ്ലോഡ് ചെയ്യുമ്പോൾ ഇവിടെ ഡീറ്റെയിൽസ് എല്ലാം വരും. അടുത്ത അപ്ലോഡ്, സ്റ്റുഡൻറ്റിൻ്റെ റെസ്യൂമേയും കാര്യങ്ങളൊക്കെ ഇവിടെ അപ്ലോഡ് ചെയ്യാൻ പറ്റും. ഓക്കെ, സോ നമുക്കിവിടെ ജസ്റ്റ് ഒന്ന് അപ്ലോഡ് ചെയ്യാം. ഞാൻ ചൂസ് ഫയൽ കൊടുത്തു. PDF ഫോർമാറ്റ് ആണ് അപ്ലോഡ്. ഓക്കെ, അത് കഴിഞ്ഞിട്ട് നമുക്കിനി അപ്ലോഡ് ചെയ്യേണ്ട സർട്ടിഫിക്കറ്റ്സ് ഇവിടെ എന്ന് വെച്ചാൽ അഡീഷണൽ സ്കിൽ സർട്ടിഫിക്കറ്റ്സ് ആണ്. ഓക്കെ, സോ നമുക്കിതൊരു ഡെമോ ആയിട്ട് ഏതെങ്കിലും ഒരെണ്ണം നമുക്ക് അപ്ലോഡ് ചെയ്യാം. കോഴ്സ് MCA എന്ന് കൊടുക്കാം. ഇവിടെ എന്താ പറയുക, മെഷീൻ ലേണിങ്ങിൻ്റെ ആണ് മെൻഷൻ ചെയ്യാം. മെഷീൻ ലേണിംഗ് സർട്ടിഫിക്കറ്റ് ഡീറ്റെയിൽസ് അപ്ലോഡ് ചെയ്ത് കൊടുക്കുന്നു. ഓക്കെ, അത് കഴിഞ്ഞിട്ട് ഡ്രൈവ് എന്ന് പറയുന്നത് ഈ കോളേജിലേക്ക് വരുന്ന പ്ലേസ്മെൻറ്റ്സ് ആണ്. അപ്പോൾ ഇത്രയും കമ്പനീസിൻ്റെ ഓപ്പണിങ്സ് ഈ കോളേജിൽ വന്നിട്ടുണ്ട് പ്ലേസ്മെൻറ്റ് ഡ്രൈവിൽ അപ്ലൈ ചെയ്യാൻ വേണ്ടി. അപ്പോൾ നമുക്ക് ഇൻഫോസിസിൻ്റെ സിസ്റ്റം അഡ്മിൻ പോസ്റ്റിലേക്ക് ആപ്ലിക്കേഷൻ കൊടുക്കും. ഓക്കെ, സോ നമ്മളിവിടെ ആപ്ലിക്കേഷൻ കൊടുത്തിട്ടുണ്ട്. അവർക്ക് നമ്മുടെ റെസ്യൂമേയും കാര്യങ്ങളും നോക്കിയിട്ട് അവർക്ക് അവിടുന്ന് അപ്രൂവ് ചെയ്യാൻ പറ്റും. പിന്നെ മൈ പ്രൊഫൈലിനകത്ത് നമ്മുടെ പ്രൊഫൈലെല്ലാം അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും. സോ ഇതാണ് സ്റ്റുഡൻറ് മൊഡ്യൂളിലുള്ള ഫങ്ഷനാലിറ്റീസ്. ഇനി നമുക്ക് അടുത്ത മൊഡ്യൂളിലേക്ക് പോകാം. സോ നമ്മുടെ അടുത്ത മൊഡ്യൂൾ എന്ന് പറയുന്നത് ഫാക്കൽറ്റിയാണ്. സോ ജസ്റ്റ് ബിഫോർ ഗോയിങ് ഇൻ ടു ദി ഫങ്ഷനാലിറ്റീസ് നമുക്ക് ആദ്യമേ ഇതിനകത്ത് ഒരു ഫാക്കൽറ്റി ആയിട്ട് രജിസ്റ്റർ ചെയ്യാം. ഓക്കെ, സോ നമുക്കിനി ഇമെയിൽ കൊടുക്കാം. ഫോൺ നമ്പർ, ജെൻഡർ ഫീമെയിൽ, ക്വാളിഫിക്കേഷൻ നമുക്ക് ജസ്റ്റ് ടെമ്പററി ആയിട്ട് PhD വയ്ക്കാം. എക്സ്പീരിയൻസ് ആണ് ഇവിടെ വരുന്നത്. എക്സ്പീരിയൻസ് നമുക്ക് 10 വർഷത്തെ എക്സ്പീരിയൻസ് വയ്ക്കാം. ഇനി പാസ്വേഡ്, രജിസ്റ്റർ. ഓക്കെ, ഇപ്പം നമ്മുടെ ഫാക്കൽറ്റി ഇവിടെ രജിസ്റ്റർ ആയിട്ടുണ്ട്. നമുക്കിനി ലോഗിൻ ചെയ്യാം. സോ ലോഗിൻ ചെയ്യുന്നതിന് മുമ്പേ ഫാക്കൽറ്റിയുടെ അപ്രൂവലും ജസ്റ്റ് കാണിച്ചു തരാം. നമ്മളിവിടെ നോക്കുവാണെങ്കിൽ സീത എന്ന് പറയുന്ന ഫാക്കൽറ്റി ഇവിടെ രജിസ്റ്റർ ആയിട്ട് കാണാം, ഒരു ന്യൂ റിക്വസ്റ്റ്. ഇത് നമ്മളിവിടുന്ന് അപ്രൂവ് ചെയ്ത് കഴിയുമ്പോൾ അവർക്ക് ലോഗിൻ ചെയ്യാൻ പറ്റും. സോ ഫോർ നൗ നമ്മളിപ്പോൾ ഇനി ഒരു എക്സിസ്റ്റിംഗ് ഫാക്കൽറ്റി ആയിട്ട് ലോഗിൻ ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത്. സോ നമുക്കൊരു ഫാക്കൽറ്റിയെ പിക്ക് ചെയ്യാം. സോ ആദ്യത്തെ ഫാക്കൽറ്റിയെ തന്നെ നമുക്ക് പിക്ക് ചെയ്യാം. ഫാക്കൽറ്റിയുടെ യൂസർ നെയിം കൊടുത്തു. ഇനി ഫാക്കൽറ്റിയുടെ പാസ്വേഡ് കൊടുക്കുന്നു. ഓക്കെ, സോ ഇതാണ് ഫാക്കൽറ്റി ഡാഷ്ബോർഡ്. ഫാക്കൽറ്റിയുടെ ഫങ്ഷനാലിറ്റീസ് ഈ പ്രൊജക്റ്റിൽ വരുന്നതെന്ന് വെച്ചാൽ ഡ്രൈവിൻ്റെ ഡീറ്റെയിൽസ് എല്ലാം നോക്കാം. ഒന്നാമത്തെ കാര്യം, കോളേജിൽ എന്ത് ഡ്രൈവാണ് നടക്കുന്നുള്ള ഡീറ്റെയിൽസ് അവർക്ക് അറിയാൻ പറ്റും. ടെസ്റ്റിനകത്ത് റിസൾട്ട്സ് അവർക്ക് നോക്കാം. ഓരോ ടെസ്റ്റിൻ്റെയും റിസൾട്ട് ഇവിടെ വന്ന് കിടക്കും. അത് ടീച്ചേഴ്സ് ഇവിടുന്ന് ഡൗൺലോഡ് ചെയ്ത് അവർ വ്യൂ ചെയ്യും. നെക്സ്റ്റ് ഈസ് അപ്ലോഡ് മാർക്ക് ലിസ്റ്റ്. അപ്ലോഡ് മാർക്ക് ലിസ്റ്റിനകത്താണ് ആ ഒരു ഫാക്കൽറ്റി ആ സ്റ്റുഡൻറ്റിൻ്റെ മാർക്സ് അപ്ഡേറ്റ് ചെയ്യുന്നത്. സോ നമുക്കിവിടെ കാണാം കുറച്ച് സ്റ്റുഡൻസിൻ്റെ ഡീറ്റെയിൽസ് ഇവിടെ ഓൾറെഡി അപ്ലോഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്.
നമ്മൾ ഇനി ഈ ആദർശ് എന്ന് പറയുന്ന സ്റ്റുഡൻറ്റിൻ്റെ മാർക്ക് ലിസ്റ്റ് അപ്ലോഡ് ചെയ്യാൻ. സപ്പോസ് ഇതാണ് ആ ഒരു മാർക്ക് ലിസ്റ്റ് എന്ന് വിചാരിക്കുക. നമ്മൾ ഇവിടെ നിന്ന് അപ്ലോഡ് കൊടുക്കുന്നു. അഡ്മിഷൻ നമ്പർ നമ്മൾ കൊടുക്കണം. അത് കഴിഞ്ഞിട്ട് ഡീറ്റെയിലിനകത്ത് മാർക്ക് ലിസ്റ്റ് ഓഫ് ആദർശ് എന്നിട്ട് അപ്ലോഡ് ചെയ്തു. ഡേറ്റ ഇൻസൈറ്റഡ്. ഓക്കെ, സോ മാർക്ക് ലിസ്റ്റ് നമ്മൾ അപ്ലോഡ് ചെയ്തു. ഇനി സ്കിൽസ്. ഇപ്പം ബേസ്ഡ് ഓൺ ആ ഒരു സ്റ്റുഡൻറ്റിൻ്റെ ഒരു പെർഫോമൻസ് അനുസരിച്ച് നമ്മൾ സ്കിൽസും അപ്ഡേറ്റ് ചെയ്യുന്നു. സോ നമ്മളിവിടെ ആ സ്റ്റുഡൻറ്റിൻ്റെ അഡ്മിഷൻ നമ്പർ കൊടുക്കുന്നു. ലാംഗ്വേജിൽ എല്ലാം നമുക്ക് ഔട്ട് ഓഫ് 10 ആണ് കൊടുക്കുന്നത്. സോ ലാംഗ്വേജ് നമുക്ക് 10 കൊടുക്കുന്നു. ആപ്റ്റിറ്റ്യൂഡ് നമ്മൾ 7 കൊടുക്കുന്നു. ഗ്രൂപ്പ് സ്കിൽ എന്ന് പറയുമ്പോഴത്തേക്ക് ഗ്രൂപ്പ് ഡിസ്കഷൻ്റെ ഒരു സ്കില്ലാന്ന് വിചാരിക്കുന്നു. സോ അത് നമ്മൾ കൊടുക്കാം ഒരു 8. അക്കാഡമിക് സ്കോർ നമുക്ക് 9 കൊടുക്കാം. GD നമുക്ക് 9 കൊടുക്കാം. ഇൻ്റർവ്യൂ സ്കിൽ നമുക്ക് 9 കൊടുക്കാം. നമ്പർ ഓഫ് സർട്ടിഫിക്കറ്റ്സ് 1 ആണ് കണ്ടിട്ടുള്ളത്. ഗ്രേഡ് അതുമാതിരി ഗ്രേഡ്സ് നമുക്കൊരു 8 പോയിന്റ് കൊടുക്കാം. കോൺഫിഡൻസ് നമുക്ക് 10 കൊടുക്കാം. സോ ഇതാണ് ആ ഒരു സ്റ്റുഡൻറ്റിൻ്റെ ഒരു ഇവാലുവേഷൻ വെച്ചുള്ള ഒരു ഡേറ്റ. ഓക്കെ, സ്കിൽസ് നമ്മൾ അപ്ലോഡ് ചെയ്തു. അത് കഴിഞ്ഞിട്ടുള്ളത് മൈ പ്രൊഫൈൽ. മൈ പ്രൊഫൈലിൽ ബേസിക് പ്രൊഫൈൽ അപ്ഡേഷൻസ് ആൻഡ് ഓൾ. സോ ഇതാണ് ഫാക്കൽറ്റി ഡാഷ്ബോർഡിലുള്ള ഡീറ്റെയിൽസ്. ഇനി നമുക്ക് അടുത്ത ട്രെയിനിങ് ആൻഡ് പ്ലേസ്മെന്റ് ഓഫീസറിലേക്ക് പോകാം. സോ ട്രെയിനിങ് ആൻഡ് പ്ലേസ്മെന്റ് ഓഫീസർ ആണ് ഈ പ്രൊജക്റ്റിലെ ഒരു വൺ ഓഫ് ദ ഇമ്പോർട്ടൻറ്റ് മൊഡ്യൂൾ. കാരണം മെഷീൻ ലേണിംഗ് പാർട്ട് ഹാൻഡിൽ ചെയ്യുന്നത് ഈ ട്രെയിനിങ് ആൻഡ് പ്ലേസ്മെന്റ് ഓഫീസറാണ്. ഓക്കെ, സോ ഇതാണ് TPOയുടെ ഡാഷ്ബോർഡ്. സോ നേരത്തെ കാണിച്ച മാതിരി തന്നെ എല്ലാ ലോഗിൻസും കാര്യങ്ങളൊക്കെ സെയിം തന്നെ. സോ നമ്മൾ ഇനി ഇവിടുന്ന് കണ്ടിന്യൂ ചെയ്യും. സോ ഇതിനകത്ത് നമ്മൾ ട്രെയിനിങ് ആൻഡ് പ്ലേസ്മെന്റ് ഓഫീസർ അതായത് TPOയുടെ ഫങ്ഷനാലിറ്റീസ് നോക്കുവാണെങ്കിൽ ടെസ്റ്റ് TPO ആണ് കോളേജിലെ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റുകൾ ആഡ് ചെയ്യുന്നത്. ഓക്കെ, സോ നമുക്കിവിടെ ഒരു ടെസ്റ്റ് കൊടുക്കാം. നമുക്കൊരു കമ്മ്യൂണിക്കേഷൻ ടെസ്റ്റ് എന്ന് കൊടുക്കാം. ഡേറ്റ് ഓഫ് ദി എക്സാമിനേഷൻ നമുക്ക് മൺഡേ വെക്കാം 15. നമ്പർ ഓഫ് ക്വസ്റ്റ്യൻസ് തൽക്കാലത്തേക്ക് 2 ക്വസ്റ്റ്യൻസ് കൊടുക്കുന്നുള്ളൂ. സബ്മിറ്റ് കൊടുക്കാം. കാരണം നമ്മൾ ഇനി ക്വസ്റ്റ്യൻസ് ക്രിയേറ്റ് ചെയ്ത് കൊടുക്കണം. സോ ക്വസ്റ്റ്യൻ നമ്പർ 1 ആയിട്ട് നമുക്ക് ഒരു ഡമ്മി ക്വസ്റ്റ്യൻ കൊടുക്കാം. ടെമ്പററി ആയിട്ട് കൊടുക്കാം. ടെംപ് ക്വസ്റ്റ്യൻ. ഇനി ഇതിൻ്റെ ഓപ്ഷൻസ് ABCCDD. പിന്നെ റൈറ്റ് ആൻസർ ഏതാണെന്ന് വെച്ചാൽ അത് സെലക്ട് ചെയ്ത് കൊടുക്കുന്നു. സബ്മിറ്റ് കൊടുക്കുന്നു. അടുത്ത ക്വസ്റ്റ്യൻ നമുക്ക് ആഡ് ചെയ്യണം. ക്വസ്റ്റ്യൻ നമ്പർ നെക്സ്റ്റ്. സോ ടെംപ് ക്വസ്റ്റ്യൻ 2. ഇതിനകത്ത് നമ്മൾ അടുത്ത് 4 ഓപ്ഷൻസ് കൊടുക്കും. ABCCD. ഇതിനകത്ത് ആൻസർ A ആയിട്ടിരിക്കട്ടെ. സബ്മിറ്റ് ചെയ്തു. ക്വസ്റ്റ്യൻ ഇൻസേർട്ടഡ്. ഓൾ ക്വസ്റ്റ്യൻസ് ഹാസ് ബീൻ സേവ്. ഓക്കെ, ഇനി നമ്മൾ നെക്സ്റ്റ് ഫങ്ഷനാലിറ്റിയിലേക്ക് പോകാം. അപ്പം ഇതാണ് ആപ്റ്റിറ്റ്യൂഡിൻ്റെ ക്വസ്റ്റ്യൻസ് ആഡ് ചെയ്യുന്നതാണ് TPOയുടെ ആദ്യത്തെ ഫങ്ഷനാലിറ്റി. രണ്ടാമത് ജോബ് ഓഫേഴ്സ്. ജോബ് ഓഫേഴ്സ് ഇവിടെ കമ്പനീസ് ഒരു റോളുണ്ട്. കമ്പനീസ് അവരുടെ പോസ്റ്റ്സ് എല്ലാം ഇതിനകത്തോട്ട് അപ്ലൈ ചെയ്യും. അവരുടെ ഓഫറിങ്സ് ആ ഓഫറിങ്സ് എല്ലാം അഡ്മിൻ ഇവിടുന്ന് അപ്രൂവ് ചെയ്ത് കൊടുക്കും. ഓക്കെ, TPO എല്ലാം അപ്രൂവ് ചെയ്ത് വിടുന്നതാണ്. അപ്പോൾ നെക്സ്റ്റ് ഫംഗ്ഷൻ എന്ന് വെച്ചാൽ സ്റ്റുഡൻറ്റിൻ്റെ ഇവിടെ നോക്കുവാണെങ്കിൽ സ്റ്റുഡൻറ്റിൻ്റെ ഇതൊരു ഓൾറെഡി പ്രോസസ്ഡ് സ്റ്റുഡൻ്റ് ആണ്. ഈ സ്റ്റുഡൻറ്റിൻ്റെ ഡീറ്റെയിൽസ് നമുക്ക് ഇവിടെ എടുക്കാം. ഇനി മെഷീൻ ലേണിങ്ങിൻ്റെ ഒരു പാർട്ടായിട്ട് കാണിച്ചു തരാം. ഒരു സ്റ്റുഡൻറ്റ് പ്ലേസ്മെൻറ്റ് ആവുമോ ഇല്ലയോ എന്ന് അറിയാൻ വേണ്ടി നമ്മൾ അവർക്ക് കൊടുത്തേക്കുന്ന സ്കിൽസും മാർക്സും എല്ലാം അനലൈസ് ചെയ്തിട്ടുള്ളൊരു ജനറേറ്റ് ചെയ്യാൻ പോകുന്ന ഒരു CSV ഫയലാണ് ഇത്. ഈ CSV ഫയൽ ഡൗൺലോഡ് ചെയ്യണം. ഇത് നമ്മളിവിടെ സേവ് ചെയ്യണം. ഇതിനൊരു യൂസ് ഉണ്ട്. അത് കഴിഞ്ഞാൽ സ്റ്റുഡൻ്റ് ഉണ്ടല്ലോ അതിനെ ടെസ്റ്റിങ്ങിനകത്ത് ക്ലിക്ക് ചെയ്യുമ്പോൾ നമ്മുടെ കൊലാബിലേക്ക് ഇത് റീഡയറക്റ്റ് ചെയ്യും. സോ ഞാനിത് ഓൾറെഡി ഇവിടെ കണക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. സോ ഇത് ഞാൻ കട്ട് ചെയ്യും. എന്നിട്ട് നമുക്കിവിടെ ഞാനിപ്പോൾ തൽക്കാലത്തേക്ക് എല്ലാം റിമൂവ് ചെയ്യാം. ഓക്കെ, സോ നമ്മൾ കൊലാബ് റൺ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ കൊലാബ് ഈ ഫോർമാറ്റിലായിരിക്കും വരുന്നത്. ഓക്കെ, സോ ഇവിടെ നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ആദ്യം ഇവിടെ ഒരു കണക്റ്റിനകത്ത് ക്ലിക്ക് ചെയ്ത് കണക്ട് കൊടുത്തേക്കണം. അത് കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ ഫയൽ വരും. ഇനി എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമുക്കിവിടെ 2 ഫയൽ അപ്ലോഡ് ചെയ്യാനുണ്ട്. ഒന്ന് ട്രെയിനിങ് ഡേറ്റ സെറ്റും, ഇതാണ് ട്രെയിനിങ് ഡേറ്റ സെറ്റും, ഒന്ന് ടെസ്റ്റ് ഡേറ്റ സെറ്റും. അപ്പം നേരത്തെ പറഞ്ഞ മാതിരി സ്റ്റുഡൻറ്റിൻ്റെ ഇവിടുന്ന് ജനറേറ്റ് ചെയ്യുന്ന ഡേറ്റയാണ് ടെസ്റ്റ് ഡേറ്റ. ഈ ഡേറ്റ കൊടുത്തിട്ടാണ് നമ്മൾ മെഷീൻ ലേണിങ്ങിൻ്റെ അടുത്ത് പറയുന്നത് ഇതിൻ്റെ ആ ഒരു സ്റ്റുഡൻറ്റിൻ്റെ പ്ലേസ്മെൻറ്റ് ആവുമോ ഇല്ല എന്നുള്ളത് പ്രിഡിക്റ്റ് ചെയ്യാൻ പറയുന്നു. സോ
അതാണ് ഇനി ഇവിടെ ചെയ്യാൻ പോകുന്നത്. അപ്പം നമ്മൾ ഇവിടുന്ന് ആദ്യമേ ട്രെയിനിങ് ഡേറ്റ സെറ്റ് അപ്ലോഡ് ചെയ്ത് കൊടുക്കണം. സോ ഞാൻ ആ ഒരു ഫയൽ കിടക്കുന്നിടത്തേക്ക് റീഡയറക്റ്റ് ചെയ്യുന്നു. ഈ പ്രോജക്റ്റിനകത്ത് തന്നെ നമ്മുടെ ഫയൽ കിടപ്പുണ്ട്, ട്രെയിനിങ് ഡേറ്റ സെറ്റ്, ട്രെയിനിങ് ഡേറ്റ .csv. ഇത് ഇവിടുന്ന് അപ്ലോഡ് ചെയ്തു. അത് കഴിഞ്ഞിട്ട് നമ്മുടെ സ്റ്റുഡൻറ്റിൻ്റെ ഡീറ്റെയിൽ നമ്മൾ ഡൗൺലോഡ് ചെയ്തേക്കുന്നത് ഇവിടാണ്, ടെസ്റ്റ് ഡേറ്റ ഫയൽ. അപ്പോൾ ഈ രണ്ട് ഫയൽസ് നമ്മൾ അപ്ലോഡ് ചെയ്യണം. ഒരു കാര്യം ശ്രദ്ധിക്കണം, ഈ ഫയലിൻ്റെ പേര് ടെസ്റ്റ് ഡേറ്റ എന്നാണ്. അപ്പോൾ നമ്മൾ ഈ ഫയലിൻ്റെ പേര് ഇവിടുന്ന് റീനെയിം ചെയ്ത് കൊടുക്കണം. റീനെയിം ചെയ്തതിനു ശേഷം എൻ്റർ കൊടുക്കുമ്പോഴത്തേക്ക് ഫയൽ സേവ് ആവും. ഫസ്റ്റ് നമ്മൾ ഇമ്പോർട്ട് ലൈനിനെ റൺ ചെയ്യണം. അത് കഴിഞ്ഞിട്ട് നെക്സ്റ്റ് ഈ കോഡിനെ റൺ ചെയ്യണം. ഈ കോഡിനെ റൺ ചെയ്യുമ്പോൾ ട്രെയിനിങ് ഡേറ്റയിൽ നിന്ന് ഡീറ്റെയിൽസ് എടുക്കും, ടെസ്റ്റ് ഡേറ്റ അനലൈസ് ചെയ്തിട്ട് പ്ലേസ്മെൻ്റ് ആവുമോ ഇല്ലയോ എന്നുള്ളത് പ്രിഡിക്റ്റ് ചെയ്യും. കണ്ടോ, ഇവിടെ പ്രിഡിക്ഷൻ യു വിൽ ഗെറ്റ് പ്ലേസ് എന്നാണ്. അപ്പോൾ ഇവിടെ നോക്കി നമുക്ക് data.csv എന്നുള്ള ഫയലും ജനറേറ്റ് ആയിട്ടുണ്ട്. ഈ ഫയൽ നമ്മൾ ഇവിടുന്ന് ഡൗൺലോഡ് ചെയ്യണം, ഇതിവിടെ വെച്ചേക്കണം. അത് കഴിഞ്ഞിട്ട് നമ്മളിവിടെ അപ്ലോഡ് റിസൾട്ട്സിനകത്ത് വന്നിട്ട് ആ ഒരു ഫയൽ അപ്ലോഡ് ചെയ്ത് കൊടുക്കണം. സോ നമ്മുടെ data1.csv അപ്ലോഡ്. ഓക്കെ, ഇപ്പം നമുക്ക് ആ ഒരു സ്റ്റുഡൻറ്റിൻ്റെ ഡീറ്റെയിൽസ് അപ്ലോഡ് ആയിട്ടുണ്ട്. ആൻഡ് ലാസ്റ്റ് ഫങ്ഷനാലിറ്റി ഇൻ TPO ആണ് പ്രൊഫൈൽ അപ്ഡേഷൻ. സോ ബേസിക് പ്രൊഫൈൽ അപ്ഡേഷൻസ് ആണ് ഇവിടെ കൊടുത്തേക്കുന്നത്. അപ്പം ലാസ്റ്റ് മൊഡ്യൂളായ കമ്പനിയിലേക്ക് ഇനി ജമ്പ് ചെയ്യാം. സോ ഇതാണ് കമ്പനിയുടെ ഡാഷ്ബോർഡ്. ഓൾറെഡി ഞാനിവിടെ ലോഗിൻ ചെയ്ത് വെച്ചേക്കാണ്. സോ ലോഗിൻ ഒന്നും ഇനി കാണിക്കുന്നില്ല, കാരണം അത് സിമ്പിൾ ആയി പ്രോസസ്സാണ്. ഓക്കെ, സോ നെക്സ്റ്റ് കമ്പനീസിനുള്ള ആക്ടിവിറ്റീസ് എന്തൊക്കെയാണ്? ഒരു കമ്പനി ഇവിടെ രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ അവർക്ക് ലോഗിൻ ചെയ്ത് കഴിഞ്ഞാൽ അഡ്മിൻ അപ്രൂവ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷമാണ് കമ്പനിക്ക് ലോഗിൻ കിട്ടുന്നത്. അപ്പം ലോഗിൻ ചെയ്ത് കഴിഞ്ഞാൽ അവരവരുടെ കമ്പനിയുടെ പോസ്റ്റും ഡീറ്റെയിൽസും ഇവിടെ അപ്ഡേറ്റ് ചെയ്യും. പോസ്റ്റ് നമുക്കിവിടെ കൊടുക്കാം. നമുക്കിവിടെ അനലിസ്റ്റിൻ്റെ പോസ്റ്റ് കൊടുക്കാം. ഓക്കെ, ലുക്കിംഗ് ഫോർ അനലിസ്റ്റ്. സാലറി നമുക്കൊരു 24,000 കൊടുക്കാം. പ്ലേസ്മെൻറ്റ് ഡ്രൈവ് നടക്കാൻ പോകുന്നത് 12 to 19 വരെ. കോഴ്സ് നോക്കുന്നത് MCA ബിടെക്കാരെയാണ്. പാസ് ഔട്ട് 2023-2024. ഓക്കെ, അപ്ഡേറ്റഡ്. ഒരു ഡ്രൈവ് നമ്മൾ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് ഇനി ട്രെയിനിങ് ആൻഡ് പ്ലേസ്മെൻറ്റ് ഓഫീസർ നോക്കുവാണെങ്കിൽ ജോബ് ഓഫേഴ്സ് ഇവിടെ വന്ന് കിടക്കും, അനലിസ്റ്റ്. അതിവിടുന്ന് ട്രെയിനിങ് ആൻഡ് പ്ലേസ്മെൻറ്റ് ഓഫീസർ അപ്രൂവ് ചെയ്യുമ്പോൾ ബാക്കിയുള്ളവർക്കും ആക്സസിബിൾ ആവും. ഓക്കെ, സോ അടുത്ത ആക്ടിവിറ്റി എന്ന് വെച്ചാൽ നോട്ടിഫിക്കേഷൻ നോക്കാം. ഇപ്പം ആപ്ലിക്കേഷൻസ്, ഇപ്പം ഏതെങ്കിലും സ്റ്റുഡൻറ്റ് അപ്ലൈ ചെയ്തിട്ടുണ്ടെന്നുള്ളത് ഇവിടെ അറിയാൻ പറ്റും. കമ്പനിക്കാർക്ക് നോക്കാം ഇവിടെ ഒരു സ്റ്റുഡൻറ്റ് അപ്ലൈ ചെയ്തിട്ടുണ്ട്. ഇവിടെ പ്രിവ്യൂ കൊടുക്കുമ്പോൾ ആ ഒരു സ്റ്റുഡൻറ്റിൻ്റെ ഡീറ്റെയിൽസ് എല്ലാം നോക്കാം. ആപ്ലിക്കേഷൻ അപ്രൂവ് അല്ലെ റിജക്റ്റ് ചെയ്യാം. ഡ്രൈവിനകത്ത് നോക്കുകയാണെങ്കിൽ ആ ഒരു കമ്പനി എത്ര പ്ലേസ്മെൻറ്റ് ഡ്രൈവ്സ് ഇവിടെ കൊടുത്തിട്ടുണ്ടെന്നുള്ളതിൻ്റെ ഡീറ്റെയിൽസ് കാണാം. ബാക്കി ലാസ്റ്റ് പ്രൊഫൈൽ അപ്ഡേഷൻ ആൻഡ് ബേസിക് ഫങ്ഷൻ. സോ ഇതാണ് പ്ലേസ്മെൻറ്റ് മാനേജ്മെൻറ്റ് സിസ്റ്റത്തിൻ്റെ ലാസ്റ്റ് മൊഡ്യൂളായ ആപ്ലിക്കേഷൻ. അപ്പം ഈ വീഡിയോ എവിടെയെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഒന്നുകൂടെ കാണുക. എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ ഈ വീഡിയോയുടെ കമൻറ്റ് സെക്ഷനിൽ കമൻറ്റ് ചെയ്തിരുന്നാൽ മതി. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും വീഡിയോ ലൈക്ക് ചെയ്യണം, ഫ്രണ്ട്സുമായിട്ട് ഷെയറും ചെയ്യണം. ആൻഡ് മേക്ക് ഷുവർ ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ഒന്ന് ചെക്ക് ചെയ്യണം. ബൈ ദിസ് ടൈം ഞാനിത് അപ്ലോഡ് ചെയ്യുമ്പോൾ ഈ പ്രോജക്റ്റിൻ്റെ സ്റ്റേറ്റസ് ഇതാണ്. സോ മേ ബി ഇതിനകത്തൊരു അപ്ഡേഷനോ മോഡിഫിക്കേഷനോ ഉണ്ടെങ്കിൽ ഞാൻ ആ ഡീറ്റെയിൽസ് ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിലായിരിക്കും അപ്ഡേറ്റ് ചെയ്യുന്നത്. സോ എന്തെങ്കിലും അപ്ഡേറ്റ്സ് ഉണ്ടെന്നുള്ളത് ഈ വീഡിയോ ഡിസ്ക്രിപ്ഷനിലൊന്ന് ചെക്ക് ചെയ്യണം. ഓക്കെ, ദെൻ ഈ വീഡിയോയിൽ ഇത്രയേ ഉള്ളൂ. സീ യു ഇൻ നെക്സ്റ്റ് വീഡിയോ. ബൈ.